ഒരു കള്ളനായിട്ടുള്ള ഒരാൾ കൂടെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കും താൻ കള്ളനല്ല, താൻ കള്ളനല്ല, താൻ കള്ളനല്ല എന്ന്. അതിനർത്ഥം അയാൾ കള്ളനാണ് എന്നാണ്. സത്യസന്ധനായ ഒരാൾക്ക് അങ്ങനെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അയാൾ സത്യസന്ധനാണെന്ന് അയാൾക്കും അറിയാം, മറ്റുള്ളവരും അങ്ങനെ മനസ്സിലാക്കുമെന്നായിരിക്കും അയാൾ കരുതുന്നത്. ഹലോ, അപ്പോൾ ബിഗ് ബോസ് സീസൺ 6ന്റെ 4ാമത്തെ ദിവസത്തേക്ക് എത്തുമ്പോൾ ഈ ബിഗ് ബോസ് ഹൗസിലുള്ളവരെല്ലാം രതീഷിനെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. അയാളെ ഒതുക്കാനുള്ള ചിന്തകളാണ് അവരെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള ശ്രമങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഈ രതീഷിന്റെ വിജയവും. ഇപ്പോൾ അയാളെ ഒതുക്കാൻ വേണ്ടി ഈ പവർ ടീമിനാണെങ്കിൽ പവർ ടീമിന്റെ പവറിനെ പറ്റി വ്യക്തമായ ധാരണ ഇതുവരെ ഉണ്ടായിരുന്നില്ല. ധാരണ ഇല്ലാത്തത് കൊണ്ടാണോ അതോ വേണ്ട രീതിയിൽ അവർക്ക് കിട്ടിയ പവർ ഉപയോഗിക്കാത്തതുകൊണ്ട് ബിഗ് ബോസ് ഹൗസിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല എന്ന് കണ്ടിട്ടാണോ എന്തോ ഇപ്പോൾ ബിഗ് ബോസ് ഒരു മണി കൊടുത്തിട്ടുണ്ട്. ആ മണിയിൽ അടിച്ചിട്ട് ഒരു പവർ ബോർഡുമുണ്ട്. ആ ബോർഡിൽ രേഖപ്പെടുത്തുന്ന ഓർഡറുകൾ എല്ലാവരും അനുസരിക്കണമെന്നാണ് ഇപ്പോൾ ബിഗ് ബോസിന്റെ കൽപ്പന. എന്തായാലും രതീഷിനെ ഒതുക്കാൻ വേണ്ടി ശ്രീരേഖ പുതിയൊരു ഓർഡർ ഇട്ടു. രതീഷിന് വേണ്ടി മാത്രം അയാൾ വീട്ടിന് പുറത്തുള്ള ഒരു സോഫയിൽ പോയി ഇരിക്കണം ത്രൂ ഔട്ട് ദ ഡേ. വീട്ടിന് പുറത്താക്കി അയാളെ. യഥാർത്ഥത്തിൽ ശ്രീരേഖയ്ക്ക് മനസ്സിലാവാത്ത കാര്യം അതിലൂടെ അയാളെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുകയാണ് അവർ ചെയ്തത്. ശ്രീരേഖ പറയുന്നത് രതീഷ് ഉള്ളത് കൊണ്ട് മറ്റുള്ളവർക്ക് അവിടെ ഗെയിം കളിക്കാൻ പറ്റുന്നില്ല, മറ്റുള്ളവർക്ക് സമാധാനമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, തങ്ങളുടെ സ്ട്രാറ്റജി ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ശല്യപ്പെടുത്താതിരിക്കാൻ വേണ്ടി രതീഷിനെ വീട്ടിന് പുറത്താക്കി, അല്ലെങ്കിൽ പുറത്താക്കുകയാണ് എന്നാണ് ശ്രീരേഖ പറഞ്ഞത്. അതിലൂടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രീരേഖ പറയാതെ പറഞ്ഞു. അതിൽ ആദ്യത്തെ കാര്യം, രതീഷ് അവരെക്കാൾ സ്മാർട്ടാണെന്നും അയാൾ ഗെയിം കളിക്കുന്നുണ്ടെന്നും അയാളുടെ ഗെയിം പോലും ഇവർക്ക് കളിക്കാൻ പറ്റുന്നില്ലെന്നും. രണ്ടാമത്തെ കാര്യം, രതീഷിന് കളിക്കാനുള്ള സ്പേസ് ഇവർ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. രതീഷിന് ഒരു ഇമേജ് ഉണ്ടായി കൊടുത്തു. രതീഷിനെ ഇവർക്ക് തടയാൻ പറ്റുന്നില്ല എന്നൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അത് റോക്കിക്ക് മാത്രമാണ് അത് മനസ്സിലായത്. റോക്കി മാത്രമാണ് അതിനെ എതിർത്തത്. അയാൾ പറഞ്ഞത് എന്തും മണ്ടത്തരമാണ് കാണിക്കുന്നത് എന്നാണ്. അത് തന്നെ വളരെ മണ്ടത്തരമാണ്, വളരെ വലിയൊരു ബ്ലണ്ടറാണ് ശ്രീരേഖ കാണിച്ചത്. അതേസമയം വളരെ സ്ട്രാറ്റജിയൊക്കെ ഉപയോഗിച്ച് കളിക്കുന്ന സിജോയ്ക്ക് പോലും അത് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. സിജോ വളരെ നിശബ്ദനായിട്ടാണ് ഇരുന്ന് അത് കേട്ടത്. ശ്രീരേഖയാണെങ്കിൽ താൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്ന രീതിയിൽ റോക്കി അടക്കിയിരുത്തി. കാരണം പവർ ടീമിലുള്ള ആളാണ് ശ്രീരേഖ. ശ്രീരേഖയ്ക്ക് പവർ ഉണ്ട്. അതിനിടെ ഗബ്രി നോറയ്ക്ക് ഓർഡറൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ആ ഓർഡർ കണ്ടപ്പോൾ ഇതിലെ കുട്ടികൾ പരസ്പരം തല്ലുപിടിക്കുന്ന പോലെയാണ് തോന്നിയത്. ആ രീതിയിലാണ് ഗബ്രിയുടെ ഓർഡറുകളും മറ്റും കണ്ടപ്പോൾ തോന്നിയത്. ഞാൻ പവർ ടീമിന്റെ പവർ ഉപയോഗിച്ച് പറയുകയാണ്, നീ അങ്ങോട്ട് പോ, നീ ഇങ്ങോട്ട് വാ. കുട്ടിക്കളി പോലെ ആക്കി മാറ്റിയവർ ബിഗ് ബോസിനെ. അത് കാണാൻ വലിയ രസമൊന്നും തോന്നിയില്ല എന്നാണ് സത്യം. അതിനിടെ രതീഷ് സുരേഷുമായിട്ട് പാച്ചപ്പ് ചെയ്യാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. രതീഷ് പറയുന്നുണ്ടായിരുന്നു സുരേഷ് അയാളുടെ അച്ഛനെ പോലാണെന്ന്. അപ്പോൾ സുരേഷ് അതിനെതിർത്തു, എനിക്ക് നിങ്ങളുടെ അച്ഛനാവാനുള്ള പ്രായമൊന്നുമില്ല, എനിക്ക് അത്ര പ്രായമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ്. എന്തായാലും രതീഷ് അങ്ങനെയുള്ള ശ്രമങ്ങളും ഇടയ്ക്ക് നടത്തുന്നുണ്ട്. അതും അരോചകമായി തീർന്നു. ഇയാളെ എങ്ങനെ ബിഗ് ബോസ് ഹൗസിലുള്ളവർ സഹിക്കുന്നു എന്ന് നമുക്ക് അത്ഭുതം തോന്നും. ആ രീതിയിലാണ് കാര്യങ്ങൾ. അതിനിടെ രതീഷ് ആണെങ്കിൽ കൂടെ കൂടെ പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്. ഇങ്ങനെ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്യപ്പെടുമ്പോൾ അത് സത്യസന്ധമല്ല എന്നാണ് കാണുന്നവർക്ക് തോന്നുന്നത്. അതായത് ഒരു കള്ളനായിട്ടുള്ള ഒരാൾ കൂടെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കും താൻ കള്ളനല്ല, താൻ കള്ളനല്ല, താൻ കള്ളനല്ല എന്ന്. അതിനർത്ഥം അയാൾ കള്ളനാണ് എന്നാണ്. സത്യസന്ധനായ ഒരാൾക്ക് അങ്ങനെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അയാൾ സത്യസന്ധനാണെന്ന് അയാൾക്കും അറിയാം, മറ്റുള്ളവരും അങ്ങനെ മനസ്സിലാക്കുമെന്നായിരിക്കും അയാൾ കരുതുന്നത്. ഇപ്പോൾ ഇയാൾ എനിക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, അവരെല്ലാം സ്നേഹമാണെന്ന് പറയുമ്പോൾ അത് സത്യസന്ധമായ സ്നേഹമാണോ? അങ്ങനെ സ്നേഹമുണ്ടെങ്കിൽ അവർ ഈ ഗെയിമിലേക്ക് വലിച്ചിഴക്കൂ എന്നൊക്കെ ഒരാൾക്ക് തോന്നിയാൽ അതിന് കുറ്റം പറയാനൊക്കെ ഇല്ല. അപ്പൊ രതീഷ് വളരെ അരോചകമായിട്ട് തന്നെ തന്റെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാ ദിവസവും ഞാനടക്കമുള്ള വീഡിയോ ക്രിയേറ്റേഴ്സും മറ്റുള്ളവരും രതീഷിനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ, എല്ലാ ദിവസവും പ്രൊമോയിൽ അയാളുടെ വീഡിയോ വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അയാൾ അവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ്. അതിനർത്ഥം അയാൾ അത്ര പെട്ടെന്ന് പുറത്തു പോയില്ല എന്നാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഒരു ബിഗ് ബോസ് ഹിന്ദി സീസണിൽ ഒരു ഓം സ്വാമി എന്നൊരു സ്വാമി വന്നിട്ടുണ്ടായിരുന്നു. അയാളെ ഹൗസിലുള്ള എല്ലാവർക്കും വെറുപ്പായിരുന്നു. ഹൗസിലുള്ളവർക്ക് മാത്രമല്ല, കാണികൾക്കും വെറുപ്പായിരുന്നു. അയാൾക്ക് വോട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അയാൾ ബിഗ് ബോസ് സീസണിൽ ഏറെ ദൂരം മുന്നോട്ട് പോയി. അവസാനം അയാൾ പുറത്തായത് ചില റൂൾ അനുസരിച്ചാണ് അയാൾ പുറത്തായത്. ചില കാര്യങ്ങൾ, അനുവദനീയമല്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മാത്രമാണ് അയാൾ പുറത്തായത്. അല്ലാതെ അയാൾ പുറത്താകില്ലായിരുന്നു. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ഒരു ആൾ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾ അത്ര പെട്ടെന്ന് പുറത്താവില്ല. അപ്പോൾ രതീഷ് അത്ര പെട്ടെന്ന് പുറത്താവാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. ഈവൻ വോട്ട് കുറവാണെങ്കിലും അയാൾ അവിടെ ഉണ്ടാവും. കുളം കലക്കാൻ ആരെങ്കിലും വേണം എന്നത് നിർബന്ധമായ കാര്യമാണ്. അപ്പോ
അതിനിടെ ഗബ്രിയും ജാസ്മിനുമായിട്ട് റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് പോലെ ഒന്ന് അവിടെ ഉണ്ടാകുന്നുണ്ട്. അത് കുറ്റം പറയാൻ പറ്റില്ല. അവർ ഒരുമിച്ച് ജീവിക്കുകയാണ് ഒരു വീട്ടിൽ. ഇത്രയും ഇന്ററാക്ഷൻസ് ഉണ്ടാകുമ്പോൾ ഒരു പ്രണയം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഹിന്ദിയിലാണെങ്കിൽ കുറേയധികം കപ്പിൾസ് ഉണ്ട് ഇങ്ങനെ ബിഗ് ബോസിൽ വന്ന് പ്രണയമായതോ അല്ലെങ്കിൽ കല്യാണം കഴിച്ചതോ. രാഹുൽ വൈദ്യ, ദീപിക പർമാർ പോലെ കുറേയധികം കപ്പിൾസ് ഉണ്ട്. നമ്മുടെ മലയാളത്തിൽ പേളിയും ശ്രീനിഷും ഇതുപോലെ ബിഗ് ബോസിൽ വന്ന് വിവാഹം ചെയ്തവരാണ്. അപ്പോൾ ഒരു പ്രണയം ഉണ്ടാകുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല, സാധാരണമായ ഒരു കാര്യമാണ്. ബിഗ് ബോസിനും അത് താല്പര്യം ഉണ്ടാകും, അത് കാണാൻ കാര്യങ്ങൾക്കും താല്പര്യം ഉണ്ടാകും. ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് കൺമുന്നിൽ കാണുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു സീൻ ഉണ്ടായാൽ ബിഗ് ബോസിനും അത് നേട്ടമാണ്. അപ്പോൾ റേറ്റിംഗും സാധാരണഗതിയിൽ കൂടാറുണ്ട്. അപ്പോൾ രതീഷിന്റെ കാര്യം പറഞ്ഞ് റോക്കിയും ശ്രീരേഖയുമായിട്ട് നല്ല അടി ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് രണ്ടാമത്തെ ചലഞ്ച്, പവർ റൂമിലുള്ളവരെ ചലഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള ടീമിനെ സെലക്ട് ചെയ്യാനുള്ള രണ്ടാമത്തെ ചലഞ്ച് വന്നത് ഫേക്ക് ഓർ ട്രൂത്ത് ഓർ ഫേക്ക് എന്നുള്ളൊരു ഒരു ചലഞ്ച് ആയിരുന്നു. അതിലും നെക്സ്റ്റ് ടീമാണ് ജയിച്ചത്. ഇന്നലെയും നെക്സ്റ്റ് ടീം ജയിച്ചു, ഇതിലും നെക്സ്റ്റ് ടീം ജയിച്ച് അവർക്ക് 4 പോയിന്റ് ആയി. ഇനി അവരായിരിക്കും ഈ ഇപ്പോൾ ഉള്ള പവർ റൂമിലെ ടീമിനെ ചലഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് ടീമിന് ജയസാധ്യത കൂടുതലാണ്. അതിന് കാരണം വേറൊന്നുമല്ല, ഇങ്ങനെ ബ്ലണ്ടർ കാണിക്കുന്ന ശ്രീരേഖയെ പോലുള്ളവരാണ് ആ ടീമിലുള്ളത് എന്നതാണ് കാരണം. ശ്രീരേഖയും യമുന റാണിയും ഒക്കെയാണ് ആ ടീമിലുള്ളത്. അപ്പോൾ സിജോയെ പോലെ കുറെ തന്ത്രങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ ഉള്ളതിനാൽ നെക്സ്റ്റ് ടീമിന് വിജയസാധ്യത കൂടും. ഇനി ഗെയിം ഏതാണ് എന്ന് നമുക്കറിയില്ല, തേർഡ് ചലഞ്ച് എന്താണ് വരുന്നതെന്ന് അറിയില്ല. ആ ചലഞ്ചിനനുസരിച്ചായിരിക്കും അൾട്ടിമേറ്റ്ലി ആരാണ് വിജയിക്കുക എന്നുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നെക്സ്റ്റ് ടീം ജയിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഈ പവർ റൂമിലെ ടീമിനെ റീപ്ലേസ് ചെയ്യപ്പെടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഗെയിം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടെ ചില ടീം അംഗങ്ങൾ, ചില ബിഗ് ബോസ് ഹൗസ് അംഗങ്ങളെ നമ്മൾ കാണാനേ കിട്ടാറില്ല. അതിലൊന്ന് കോമണർ ആയിട്ട് വന്ന നിഷാനയാണ്. നിഷാന അവിടെ ഉണ്ട് എന്ന് നമുക്ക് അറിയുക പോലുമില്ല. നിഷാന ഒരു ചലനവും ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഒരു സാധാരണ വ്യക്തിയെ സാധാരണ ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഗെയിമാണ് എന്ന കാര്യം നിഷാന മറന്നുപോയിട്ടുണ്ടോ എന്നാണ് എൻ്റെ സംശയം. നോറയുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. നോറയെ ആരെങ്കിലും ശല്യപ്പെടുത്തിയാൽ മാത്രമാണ് നോറയെ നമ്മൾ കാണുന്നത്. ഇവരൊക്കെ അധികം മുന്നോട്ട് പോകാൻ സാധ്യത കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഹൈലൈറ്റ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ, പ്രേക്ഷകർക്ക് അവരെ അറിയില്ലെങ്കിൽ, പ്രേക്ഷകർക്ക് വേണ്ട കോണ്ടന്റ് അവർ കൊടുക്കുന്നില്ലെങ്കിൽ അവരെ ബിഗ് ബോസ് ഹൗസിൽ വെക്കാൻ പ്രേക്ഷകനോ ബിഗ് ബോസോ താല്പര്യപ്പെടില്ല. രതീഷിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല, രതീഷ് പുറത്താവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷേ രതീഷ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട്, വീഡിയോയിൽ വരുന്നുണ്ട്. അപ്പോൾ അയാൾ പെട്ടെന്ന് പുറത്താവാനുള്ള സാധ്യത ഇപ്പോഴില്ല. തൽക്കാലം അയാൾ അവിടെ ഉണ്ടാവേണ്ടത് ബിഗ് ബോസിന്റെ ആവശ്യമാണ്. അതിനിടെ ശ്രീരേഖ രതീഷിന് പണിഷ്മെന്റ് കൊടുത്തത് അയാൾ ഉറങ്ങിയത് കാരണം 2 തവണ ലക്ഷറി ബജറ്റ് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ്. ഈ പണിഷ്മെന്റ് കൊടുക്കുന്ന സമയം അവിടെ മനോഹരമായിട്ട് ഇരുന്ന് ഉറങ്ങുകയാണ് നമ്മുടെ ജിൻഡോയ്ക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല, എന്താണ് കളിക്കേണ്ടതെന്ന് അറിയില്ല. കക്ഷി ഇടയ്ക്ക് ഉണരും, ഇടയ്ക്കൊന്ന് ആക്ടിവേറ്റ് ആവും, എന്തൊക്കെയോ ചെയ്യും, എന്തൊക്കെയോ പറയും, ബാക്കി സമയം ഉറങ്ങും. കക്ഷി എന്ത് ഗെയിമാണ് കളിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് കക്ഷി പോലും അറിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ പണിഷ്മെന്റ് കൊടുക്കുന്ന സമയം തന്നെ ജിൻഡോ ഉറങ്ങുന്നുണ്ടായിരുന്നു. എന്തായാലും പട്ടി വരച്ചില്ല, അതുകൊണ്ട് ഇവിടെ ലക്ഷറി ബജറ്റ് കട്ടാവും എന്ന് തോന്നുന്നില്ല. എന്തായാലും ഇതൊക്കെയാണ് 4ാം ദിവസത്തെ വിശേഷങ്ങൾ. ഇനി 5ാം ദിവസത്തെ വിശേഷങ്ങളുമായി അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരാം. നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്ന അനാലിസിസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും എൻ്റെ അഭിപ്രായങ്ങളിലുള്ള നിങ്ങളുടെ ഒപ്പീനിയനും ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഉടനെ കാണാം. താങ്ക് യു.